Hello children, let's do the remaining problems in our textbook, page number 170. See the question number 3. Tarunjit has lunch at 1:15 at school. Tick the option that shows the correct time. 1:15. തരുൺജിത്ത് സ്കൂളിലെ ലഞ്ച് കഴിക്കുന്ന സമയമാണ് 1:15. അതിനോട് ഈക്വൽ ആയിട്ട് വരുന്ന കറക്റ്റ് ടൈം ഏതാണെന്ന് 1:15. വാട്ട് ഈസ് ദാറ്റ്? നമുക്കറിയാം 1:15 എന്ന് പറയുമ്പോൾ മിനിറ്റ് ഹാൻഡ് ഗോസ് ടു 9. ഓക്കെ, 1:15 മീൻസ് വാട്ട് ഈസ് ദാറ്റ്? 12:45 ആയിരിക്കും. 12:45 AM ആണോ 12:45 PM ആണോ വരിക? ലഞ്ചാണ് കഴിക്കുന്നത്. ലഞ്ച് നൂണിലാണ്. നൂൺ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് PM. 12:45 PM. This is the answer. Now see the fourth question. How many rounds on the clock does the hour hand complete in a day? Hour hand ഒരു ഡേയിൽ എത്ര പ്രാവശ്യം ക്ലോക്കിൽ റൗണ്ട് ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യൻ. How many times? We know that ഒരു അവർ അല്ലെങ്കിൽ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് 2 times കാണാൻ സാധിക്കും അല്ലേ? ഇപ്പോൾ 10 മണി എടുത്താൽ മോർണിംഗ് 10 o'clock is there and night 10 o'clock is there. So an hour hand take 2 rounds on the clock to complete in a day. Okay, how many rounds? 2 rounds. 2 is the answer. See the fifth question. Write each of the given dates in the format. Date, month, year format. Okay, here there are some dates are given. We have to write this date in this format. First one is 31 March 2013. We know that first we have to write the date 31 and next month, the number of month. March എന്ന് പറയുന്നത് എത്രാമത്തെ month ആണ്? March is the 3rd month. അപ്പോൾ we write 3 and നമുക്കറിയാം 2 digits എപ്പോഴും വേണം. So here we write 003 and the year 2013. See the second one. 15th August 1947. Date is 15. So we can write 15. Then next we have to write the month. It is August. August എന്ന് പറയുന്നത് എത്രാമത്തെ month ആണ്? കൗണ്ട് ചെയ്ത് നോക്കൂ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. ഓഗസ്റ്റ് എത്രാമത്തെയാണ്? 8th month ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? 08 എന്ന് എഴുതും. ഓക്കെ, ആൻഡ് റൈറ്റ് ദ year. Year is 1947. Next, 26 January 1950. First we have to write the date 26, then January. January is the first month. So we can write 1, year 1950. ഓക്കെ, ഇതേപോലെ ഈ 2 ഡേറ്റും നിങ്ങൾ ഈ ഫോർമാറ്റിൽ എഴുതണം. Now see the 6th question. Write your and your family members' date of birth in the date, month, year format. ഓക്കെ, നിങ്ങളുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും നെയിമും ഡേറ്റ് ഓഫ് ബർത്തും ഈ ഫോർമാറ്റിൽ ഓക്കെ ഇതുപോലെ എഴുതണം. ഓക്കെ, ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതാം. ഓക്കെ, റൈറ്റ് യുവർ family members' name and write their date of birth. 7th question. Use the calendar of the present year to find these dates. ഇപ്പോഴത്തെ ഈ വർഷത്തെ കലണ്ടർ യൂസ് ചെയ്തിട്ട് താഴെ കാണുന്ന ഡേറ്റ്സുകൾ എഴുതാനാണ്. ഓക്കെ, അപ്പോൾ ഈ വർഷം എന്ന് പറയുന്നത് ദിസ് പ്രസൻറ്റ് ഇയർ ഈസ് 2020. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും
2020യുടെ കലണ്ടർ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ കലണ്ടറിൽ നോക്കിയിട്ട് നമുക്ക് ഈ ഡേറ്റ്സുകൾ എഴുതാം. ഫസ്റ്റ് വൺ ഈസ് ദ ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജാനുവരി. ജാനുവരി മന്തിൽ, ജാനുവരി കഴിഞ്ഞു പോയി, ഇപ്പോൾ ഏതാണ് മന്ത്? സെപ്റ്റംബർ ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കലണ്ടറിൽ ജാനുവരി മന്ത് നോക്കുക. ജാനുവരി മന്തിലെ ഫസ്റ്റ് സാറ്റർഡേ വരുന്നത് ഏത് ഡേറ്റ് ആണെന്ന് നോക്കിയിട്ട് എഴുതണം. സി, ദിസ് ഈസ് ദ മന്ത് ഓഫ് ജാനുവരി. ജാനുവരിയുടെ കലണ്ടറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് 2020. ഓക്കെ, സി ദാറ്റ്. ഇപ്പോൾ നോക്കൂ, നമുക്ക് കാണേണ്ടത് എന്താണ്? ഫസ്റ്റ് സാറ്റർഡേ. അപ്പോൾ 1-ാം തീയതി വരുന്നത് എന്താണ്? വെനസ്ഡേ. 2-ാം തീയതി വരുന്നത് തേഴ്സ്ഡേ. 3-ാം തീയതി വരുന്നത് ഫ്രൈഡേ. 4-ാം തീയതി വരുന്നത് സാറ്റർഡേ അല്ലേ. അപ്പോൾ ഇതാണ് സാറ്റർഡേ, ഇത് ഫ്രൈഡേസ്, ഇത് തേഴ്സ്ഡേസ്, വെനസ്ഡേസ്, ട്യൂസ്ഡേസ്, മൺഡേസ് ആൻഡ് സൺഡേസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജാനുവരി. അപ്പോൾ ജാനുവരി മന്തിലെ ഫസ്റ്റ് സാറ്റർഡേ വരുന്നത് എന്താണ്? 4th അല്ല, ഇതാണ് ഡേറ്റ്, 4-ാം തീയതി. സോ we have to write that date. First we write the date 4, then month ഏതാണ്? ജാനുവരി ആണ്. ജാനുവരിയുടെ നമ്പർ ഫസ്റ്റ് മന്ത് ആണ്. ആൻഡ് നെക്സ്റ്റ് we have to write the year. ഇയർ ഏതാണ്? 2020. നെക്സ്റ്റ് the last day of February. ഫെബ്രുവരി മന്തിലെ ലാസ്റ്റ് ഡേ ഏതാണെന്ന് നമുക്കിവിടെ എഴുതണം. This is the calendar for February 2020. We have to find the last day. അപ്പോൾ നോക്കൂ, ഫെബ്രുവരി 1 സ്റ്റാർട്ട് ചെയ്യുന്നത് സാറ്റർഡേ ആണ്. ദെൻ 2, 3, 4, 5 എക്സെട്ര ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് ഡേ വരുന്നത് എന്നാണ്? 29th. ഓക്കെ, ഫെബ്രുവരി 29th ഈസ് ദ ലാസ്റ്റ് ഡേ. അപ്പോൾ ഡേറ്റ് ഏതാണ്? 29. മന്ത് ഏതാണ്? ഫെബ്രുവരി. ഫെബ്രുവരിയുടെ നമ്പർ 2 ആൻഡ് ഇയർ 2020. 29 to 2020. Next, the second Saturday of April. ഏപ്രിൽ മന്തിലെ സെക്കൻഡ് സാറ്റർഡേ ഏതാണ് ഡേറ്റ്? അപ്പോൾ ആദ്യം ഏപ്രിൽ മന്ത് നമുക്ക് നോക്കണം. All of you see in your calendar, take April month. We have to write the second Saturday of April. അപ്പോൾ നമുക്ക് നോക്കൂ, ഏപ്രിലിലെ സാറ്റർഡേയ്സ് വരുന്നത് ഇതാണ് അല്ലേ. ദീസ് ആർ ദ സാറ്റർഡേയ്സ് ഇൻ ഏപ്രിൽ. അപ്പോൾ ഏപ്രിലിലെ ഫസ്റ്റ് സാറ്റർഡേ ഇതാണ്. സെക്കൻഡ് സാറ്റർഡേ, ദിസ് ഈസ് ദ തേർഡ് സാറ്റർഡേ ആൻഡ് ഫോർത്ത് സാറ്റർഡേ. ഓക്കെ, വി ഹാവ് ടു റൈറ്റ് ദ സെക്കൻഡ് സാറ്റർഡേ ഓഫ് ഏപ്രിൽ. സെക്കൻഡ് സാറ്റർഡേ എന്നാണ് ഡേറ്റ് വരുന്നത്? ഇറ്റ് ഈസ് 11. സോ വി ക്യാൻ റൈറ്റ് 11. മന്ത് ഏപ്രിലാണ്. ഏപ്രിൽ എത്രാമത്തെ മന്താണ്? 4th മന്താണ് ഏപ്രിൽ. ആൻഡ് ഇയർ 2020. ഓക്കെ, നെക്സ്റ്റ് ദ 4th സാറ്റർഡേ ഓഫ് ഓഗസ്റ്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കലണ്ടറിൽ ഓഗസ്റ്റ് മന്ത് എടുക്കുക. ഓഗസ്റ്റ് മന്തിലെ സാറ്റർഡേയ്സ് നോക്കുക. അതിൽ 4th സാറ്റർഡേ ഏതാണെന്ന് നോക്കുക. ഡേറ്റ് ഇതേപോലെ എഴുതാം. നെക്സ്റ്റ് ദ ഫസ്റ്റ് വെനസ്ഡേ ഓഫ് സെപ്റ്റംബർ. So you have to take the month of September in your calendar. Then see all Wednesdays and write the first Wednesday of September. Next, third Thursday of December. അപ്പോൾ ഡിസംബർ മന്ത് എടുക്കുക. അതിൽ third Thursday, which date comes, you write here. Now all of you take page number 120. See the first question. The International Trade Fair will be organized for 13 days from 14th November. On which date will the trade fair end? ഒരു ഫെയർ, ഒരു ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയർ 13 ഡേയ്സിന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 13 ഡേയ്സാണ് ആ ഫെയർ നടത്തുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 14th നവംബറിനാണ്. ഓക്കെ, അപ്പോൾ നവംബറിലെ കലണ്ടർ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, സീ ദാറ്റ്. ഇപ്പോൾ 14th നവംബറിനാണ് ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏത് ഡേറ്റിലാണ് അത് എൻഡ് ചെയ്യാന്ന്, ഏത് ഡേറ്റിലാണ് അത്
അവസാനിക്കുക. എത്ര ദിവസമാണ്? 13 days ആണുള്ളത്. ഓക്കെ, അപ്പോൾ 14-ാം തീയതി നവംബർ 14th സ്റ്റാർട്ട് ചെയ്താൽ ദിസ് ഈസ് ദ ഫസ്റ്റ് ഡേ അല്ലേ? ഫസ്റ്റ്, സെക്കൻഡ് നമുക്ക് കൗണ്ട് ചെയ്യാം. 13 days കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 days. എന്നാണ് 13 day വരുന്നത്? 26th. അപ്പോൾ 26th ആ ഫെയർ അല്ലെങ്കിൽ ആ പ്രോഗ്രാം എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡേറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? 26. മന്ത് ഏതാണ്? നവംബർ എത്രാമത്തെ മന്താണ്? 11th. ഓക്കെ, 26th 11 and the year is 2019. Okay, now see the second question. Look at the calendar and answer the questions. Okay, താഴെ കാണിച്ചിട്ടുള്ള കലണ്ടർ നോക്കിയിട്ട് നമുക്ക് താഴെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. ഫസ്റ്റ് വൺ, on 16th October, Tarunjit's class teacher declares that a dance competition will be held after 17 days. Find the date of the competition. On 16th October, October 16th. അപ്പോൾ നോക്കൂ, ഒക്ടോബർ മന്ത് ഇത് 16th. ഒക്ടോബർ 16th അവൻ്റെ ക്ലാസ് ടീച്ചർ പറഞ്ഞു 17 days കൂടി കഴിഞ്ഞാൽ ദർ ഈസ് എ ഡാൻസ് കോമ്പറ്റീഷൻ. ഓക്കെ, 17 days കൂടി കഴിഞ്ഞാൽ ഒരു ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ട്. എന്നാണ് ഡാൻസ് കോമ്പറ്റീഷൻ എന്നാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഒക്ടോബർ 16th ക്ലാസ് ടീച്ചർ അത് പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് 17 days കഴിഞ്ഞാലുള്ള ഡേ ഏതാണെന്ന് നമുക്ക് കൗണ്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ ഫസ്റ്റ് ഡേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. നെക്സ്റ്റ് മന്തിലേക്ക് പോവുക. 17 days വരുന്നത് 1-ാം തീയതിയാണ്. അപ്പോൾ 17 days കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ വരുന്നത് സെക്കൻഡ്, ദിസ് ഡേ 2 November. ഓക്കെ, അപ്പോൾ ഈ മന്ത് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്തിലേക്ക് നമ്മൾ കൗണ്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ 17 days എൻഡ് ചെയ്യുന്നത് 1-ാം തീയതിയാണ്. 17 days കഴിഞ്ഞാൽ അടുത്ത ഡേ ഏതാണ്? 2 November. അപ്പോൾ ഇതാണ് ഡാൻസ് കോമ്പറ്റീഷൻ്റെ ഡേറ്റ്. ദാറ്റ് ഈസ് 2 November മന്ത് 11th മന്താണ്. 11 2019. Now see the second question. Calculate the number of days between the last Friday of October and the last Friday of November. ഒക്ടോബർ മന്തിലെ ലാസ്റ്റ് ഫ്രൈഡേയും ഓക്കെ ആൻഡ് നവംബർ മന്തിലെ ലാസ്റ്റ് ഫ്രൈഡേയും അതിൻ്റെ ഇടയിലുള്ള ഡേയ്സ് എത്രയാണെന്നാണ് കൗണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലെറ്റ് സി ദ ലാസ്റ്റ് ഫ്രൈഡേ ഓഫ് ഒക്ടോബർ. ഒക്ടോബറിലെ ലാസ്റ്റ് ഫ്രൈഡേ എന്നാണ് വരുന്നത് 25 ആൻഡ് നവംബറിലെ ലാസ്റ്റ് ഫ്രൈഡേ വരുന്നത് 29. ഓക്കെ, അപ്പോൾ ഈ 2 ഡേറ്റിലും അതിൻ്റെ ഇടയിൽ വരുന്ന ഡേയ്സ്, അപ്പോൾ നമ്മൾ ഈ 2 ഡേയ്സും ഫസ്റ്റ് ഡേയും ലാസ്റ്റ് ഡേയും നമ്മൾ കൺസിഡർ ചെയ്യില്ല. അതിൻ്റെ ഇടയിലുള്ള ഡേയ്സാണ് നമ്മളിവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കൗണ്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 26 തൊട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34. ഓക്കെ, ഇപ്പോൾ 29 വരെയുള്ള ആ ഡേയ്സിൽ എത്ര ഡേയ്സ് ഉണ്ട്? 34 days ആണുള്ളത്. ഓക്കെ, സോ we can write 34 days. Next, the Flag Day is celebrated 60 days after Indian Air Force Day, which is on 8th October. Okay, ഇന്ത്യൻ എയർഫോഴ്സ് ഡേ വരുന്നത് 8th ഒക്ടോബറിനാണ്. അവിടെ നിന്ന് 60 days കഴിഞ്ഞാലാണ് ഫ്ലാഗ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്നാണ് ഫ്ലാഗ് ഡേ? ഓക്കെ, ഇന്ത്യൻ എയർഫോഴ്സ് ഡേ വരുന്നത് 8th ഒക്ടോബറാണ്. അപ്പോൾ ഒക്ടോബർ മന്തിലെ കലണ്ടർ നോക്കാം. ഒക്ടോബർ മന്തിലെ
8th ഒക്ടോബർ എന്ന് പറയുന്നത് 8th ഒക്ടോബറിനാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഡേ. അവിടുന്ന് 60 ഡേയ്സ് കഴിഞ്ഞാലാണ് ഫ്ലാഗ് ഡേ. അപ്പോൾ എന്നാണ് ഫ്ലാഗ് ഡേ എന്ന് നോക്കാം. അപ്പോൾ 60 ഡേയ്സ് കൗണ്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54. Next month 55 56 57 58 59 60. ഇപ്പോൾ 60 ഡേയ്സ് ആയി. 60 ഡേയ്സ് കഴിഞ്ഞാലാണ് ഫ്ലാഗ് ഡേ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് 60 ഡേയ്സ് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേ ഏതാണ്? 7ാം തീയതി 7th December ഈസ് ദ ഫ്ലാഗ് ഡേ. ഓക്കെ, സോ ഫ്ലാഗ് ഡേ ഈസ് 7th December. ദാറ്റ് ഈസ് 7 ഡിസംബർ മന്ത് 12th മന്താണ് 12 2019. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കണം, എന്നിട്ട് വേണം കൗണ്ട് ചെയ്യാൻ. കൗണ്ട് ചെയ്യുമ്പോൾ തെറ്റാൻ പാടില്ല. ഒരു മന്ത് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്ത് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് 1 തൊട്ടിട്ടാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് കൗണ്ട് ചെയ്യാം. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. രാജ് ഫിനിഷ്ഡ് റീഡിങ് എ ബുക്ക് ഇൻ 8 days. He read the book from dash. Include the days he started and finished reading. ഓക്കെ, രാജു ഒരു ബുക്ക് വായിക്കാൻ 8 days എടുത്തു, 8 ദിവസം. അങ്ങനെയാണെങ്കിൽ എന്ന് മുതൽ എന്ന് വരെയാണ് അവൻ ബുക്ക് വായിച്ചതെന്നാണ്. അപ്പോൾ ഹിയർ സം ഓപ്ഷൻസ് ആർ ഗിവൺ. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള ഡേറ്റിൻ്റെ ഇടയിൽ 8 days ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. ഓക്കെ, ഫസ്റ്റ് ഡേയും ലാസ്റ്റ് ഡേയും ഇൻക്ലൂഡ് ചെയ്യണം. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇൻക്ലൂഡ് ദ ഡേയ്സ് ഹി സ്റ്റാർട്ടഡ് ആൻഡ് ഫിനിഷ്ഡ് റീഡിങ്. റീഡിങ് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റും എൻഡ് ചെയ്ത ഡേറ്റും കൂടി കൗണ്ട് ചെയ്യുമ്പോൾ 8 days വരുന്നത് ഇതിലേതാണെന്ന് നോക്കാം. ഓക്കെ, 8 days കൊണ്ട് അവൻ ആ ബുക്ക് വായിച്ചത്. അപ്പോൾ 8 days വരുന്നതിൽ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് 10/1/2019, 17/2/2019. ഓക്കെ, ഇത് ജാനുവരി ഫെബ്രുവരി മന്തിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഹിയർ പ്രീവിയസ് പേജിൽ ഒരു കലണ്ടർ കൊടുത്തിട്ടുണ്ട്. ജാനുവരി ഫെബ്രുവരി വരുന്ന ഒരു കലണ്ടർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് കൗണ്ട് ചെയ്യേണ്ടത് 10ാം തീയതി തൊട്ട്, ജനുവരി 10ാം തീയതി തൊട്ട് ഫെബ്രുവരി 17ാം തീയതി വരെ. ലെറ്റ്സ് കൗണ്ട്. ദിസ് ഈസ് ദ ജാനുവരി മന്ത്. 10ാം തീയതി കൗണ്ട് ചെയ്യാം. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13. 8നേക്കാൾ കൂടി അല്ലേ? ഫെബ്രുവരി 17th വരെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 8 ദിവസത്തിനേക്കാൾ കൂടുതലുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അല്ല. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് റോങ്. സി ദ സെക്കൻഡ് ഓപ്ഷൻ. അപ്പോൾ ഇത് അല്ല. നെക്സ്റ്റ് 18th 8/2019 ടു 25th 8/2019. അപ്പോൾ 8 എന്ന് പറയുന്നത് ഏത് മന്താണ്? ഓഗസ്റ്റ് മന്താണ്. അപ്പോൾ നമുക്ക് ഓഗസ്റ്റ് മന്തിൽ നോക്കാം. 18ാം തീയതി തൊട്ട് 25ാം തീയതി വരെ. ഓക്കെ, അപ്പോൾ ഓഗസ്റ്റ് മന്തിൽ പ്രീവിയസ് പേജിൽ കലണ്ടർ കൊടുത്തിട്ടുണ്ട്. ഓഗസ്റ്റ് മന്തിലെ കലണ്ടർ. സി ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കൗണ്ട് ചെയ്യാം. 18th മുതൽ 25 വരെ. 18th വരുന്നത് ഏതാണ്? ഹിയർ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് 25 വരെ എത്ര ഡേയ്സ് ഉണ്ട് നോക്കാം. 1 2 3 4 5 6 7 8 ഡേയ്സ് കറക്റ്റ് ആയിട്ടുണ്ട് അല്ലേ? സോ ദിസ് ഈസ് ദ ആൻസർ. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സി ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ആൻസർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. 18th 8/2019 to 25/8/2019. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു കലണ്ടറിൽ നമ്മൾ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിച്ച് വായിച്ചതിന് ശേഷം മാത്രം വേണം നമ്മൾ കൗണ്ട് ചെയ്യാൻ തുടങ്ങാൻ. കൗണ്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തെറ്റാണ്ട് കൗണ്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.